ഹായ്. ഇപ്പൊ യൂട്യൂബിൽ നോക്കി കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ പ്രശ്നേഷന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ കാണുന്നത്. അതായത് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിന്റെ എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും ഇതൊക്കെ വെറും പ്രശ്നങ്ങളാണെന്നൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞോരിടയ്ക്ക് വേറൊരു വീഡിയോ വന്ന് ഇതേമാതിരി വൈറലായി. അവർ വേറെ വീട് മേടിച്ചു, വണ്ടി മേടിച്ചു. നമുക്കിതെല്ലാം അറിയാം. അടുത്ത ഒരു പ്രകടനമാണിത്, നമ്മളെ വെറും വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട്. എന്ത് റീച്ച് കൂടാനായിട്ടാണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാരെ വെച്ചോണ്ടല്ല ഇങ്ങനെയൊന്നും ചെയ്യേണ്ടത്. ആ പെങ്ങള് കൊച്ചിനെ പറ്റി പറയുന്നത് എന്തൊക്കെയാ. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. നീ ഫോൺ വിളിച്ചോ, നിന്റെ സ്വന്തം കാലിൽ നിന്നോ, നീ ബോയ് ഫ്രണ്ടിനെ വിളിച്ചോ. ഒരാളെ തേച്ചിട്ട് പോകുമ്പോൾ അടുത്ത ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എത്ര പേര് ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അമ്മേനെ പറയുന്നു, അപ്പനെ പറയുന്നു, ഗുണ്ടകൾ വെച്ച് അടിക്കുന്നു. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. ഇത് സത്യമായിട്ട് ഞാൻ ചോദിക്കുക, ഇതൊക്കെ എന്താണ്? നമ്മൾ പണിയെടുത്താൽ ചാനൽ തുടങ്ങിക്കോന്നേ, നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഇടാവല്ലോ. ഇത് മനുഷ്യനെ വിഡ്ഢികളാക്കിക്കൊണ്ട് അതിന് തക്ക വീട്ടുകാരും, ഇത് വീട്ടുകാരുടെയും കൂടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഈ വീഡിയോ ഓടുന്നത്. അമ്മ വന്ന് കരയുന്നു, പിഴിയുന്നു, പെങ്ങള് വന്ന് എന്നെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചീത്ത പറഞ്ഞു, എന്റെ കർണക്കുറ്റിക്കിട്ട് അടിച്ചു പൊട്ടിച്ചു. എന്തൊക്കെ ഡയലോഗുകളാണ് കുറെ വ്യൂസിന് വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ ജോലി ചെയ്താൽ കാശ് കിട്ടും. ഞാനും ഒരു യൂട്യൂബർ തന്നെയാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടുന്നുമുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ മാന്യമായിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ നമ്മൾ നാട്ടിൽ കിടക്കുന്നവരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് അവന്റെ വീട്ടിലെ പ്രശ്നം എന്നാന്ന് വെച്ചോണ്ട് നമ്മളിങ്ങനെ ഓടിച്ചെന്നിങ്ങനെ എത്തി നോക്കും. ഇതേ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് വ്യൂസ് കൂടുന്നതിനോ സബ്സ്ക്രൈബർ കൂടുന്നതിനോ ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു പെൺകൊച്ചിന്റെ ഭാവി, അതിനെ കല്യാണം കഴിച്ചൊക്കെ വിട്ട് കഴിഞ്ഞിടത്തെ ഒരു അവസ്ഥ ഓർത്ത് നോക്കിക്കുക. വീഡിയോയാന്നൊക്കെ ആദ്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ പോകെ ഉണ്ടല്ലോ, അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കാര്യം എടുത്തിടും. നിന്റെ സ്വന്തം ആങ്ങള തന്നെയാ സോഷ്യൽ മീഡിയ വന്ന് നിന്നെ ഇതുപോലെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നതിന് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ഓർക്കും. അപ്പൊ നമുക്ക് ഏത് രീതിയിലുള്ള വീഡിയോയും നമുക്ക് ചെയ്യാം. മാന്യമായിട്ട് ഫാമിലി വീഡിയോ എന്തോരോ ആൾക്കാർ ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് കണ്ടിട്ട് എനിക്കൊരു മനപ്രയാസം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫാമിലിയൊക്കെ ഉള്ളതാ. അപ്പം നമുക്ക് എന്ത് വീഡിയോയും ആരെക്കുറിച്ചും പറയാമെന്നുള്ള ഒരു കാലഘട്ടമായി ഇപ്പം ഇത്. സോഷ്യൽ മീഡിയയിൽ എന്തും ആകാം. ദൈവമേ, ഇത്രയും നാളും അവൻ സാനിറ്റൈസർ അടിച്ച് നടക്കുമായിരുന്നു. ഇപ്പൊ ഈ സാനിറ്റൈസർ എടുത്ത് അവന്റെ വായിക്കിട്ട് വേണം അടിക്കാനായിട്ട്. ഇതെന്നെ ഗുണ്ടാ ഫാമിലിയോ? അപ്പം മകനെ ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കുന്നു, അമ്മ മകനിട്ടടിക്കുന്നു, പെങ്ങള് കയറി തല്ലുന്നു. എന്തൊക്കെ അംഗങ്ങളാ കാണുന്നത്. അതുപോലെ തന്നെ അവൻ കാറ് കഴുകി വെളുപ്പിച്ച് വെടുപ്പാക്കുന്നു. ഡെറ്റോൾ ഒഴിച്ച് എടുത്തേക്കുന്ന പതയും കൂടി ഇട്ട് നൈസായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റാൻ പോവാണ്. ഇനി അതെന്തിന്റെ അംഗമാണോ ആവോ നമുക്കറിയത്തില്ലല്ലോ. ഇതെല്ലാം ഒരു മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോയും ആയി കഴിഞ്ഞ് ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടു കഴിയുമ്പോഴത്തേന് ഇവരെല്ലാം ഒന്ന് തന്നെയാണെന്നേ. ഇതൊക്കെ വിവരമുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ കണ്ടിട്ടോ അയ്യോ അവന്റെ വീട്ടിൽ കിടന്ന് അടിയും പാട്ടയും ഇടിയാണെന്ന് ഒന്നുമില്ല. ഇതാണ് അവർക്ക് വേണ്ടത്. അവരുടെ വീട്ടിലെ പ്രശ്നം പറഞ്ഞ് നമ്മൾ ഇതിങ്ങനെ എത്തി നോക്കിയാലേ അതാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ഇനി ഓർക്കല്ല അയ്യോ അവന്റെ ഒരു വീഡിയോ കാണുമ്പോൾ അയ്യോ അവന്റെ വീട്ടിൽ ഇനി അടുത്ത പ്രശ്നമല്ല, ഇനി അമ്മേനെ കെട്ടി തൂക്കിയോ, അതോ പെങ്ങളെ കഷ്ണിച്ച് കളഞ്ഞോ, അതോ തന്തേനെ ഇവൻ അടുത്ത ഗുണ്ടയെ വെച്ചോട്ട് പെരുമാറിയോ. ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മളും ചെന്ന് എത്തി നോക്കും. ശരിയല്ലേ? അവർക്ക് ഈ എത്തിനോട്ടമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നവർക്കെല്ലാം ഇതാ ഇതിന്റെ ആവശ്യമുള്ളൂ. പക്ഷേങ്കിൽ എന്നാലും നമുക്കൊരു ഇത്തിരി മാനാഭിമാനം വേണ്ടേ? ഞാൻ ഇങ്ങനെ ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് മാനാഭിമാനത്തിന് തന്നെ അവരെന്നെ തുണി കൊടുത്തോണ്ടല്ലേ വരുന്നതെന്ന് ചോദിക്കാം. ആ ഒരു മാനാഭിമാനമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മാന്യമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അതിലൊരു അഭിമാനമുണ്ട്. ഞാൻ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു വന്നു കഴിഞ്ഞിട്ട് പറയും അയ്യോ ഞങ്ങളിതെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എല്ലാവരും കൂടെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് കളിച്ച വീഡിയോ ആയിരുന്നു കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തൊന്നും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് ജോളിയായിട്ട് പോകുന്നത് പറയും. അങ്ങനെ പറയിപ്പിക്കും അവരെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റം ഉണ്ടോ എന്നാ. പിന്നെ ഞാൻ ഇച്ചിരി മുമ്പ് ഈ പയ്യന്റെ ഒരു വീഡിയോ കണ്ട, ഒരു ഷോർട്ട് വീഡിയോ. എടി നിന്റെയൊക്കെ ഞാൻ കുറെ വെട്ടായിട്ട് പറയണ ഈ വാച്ച് മാറ്റാനായിട്ട് ഒരു സ്ഥലത്ത് പോലെ മെയിനായിട്ടൊക്കെ പോണ്ടേ. കിച്ചു നീ എന്ത് വേണേലും പറഞ്ഞോ, എന്താ വാച്ചിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. ഇതിന്റെ ഫ്രണ്ട് അയർലാൻഡിൽ നയിച്ചെന്ന ഗിഫ്റ്റാ. അമ്മേനേത്തെ ആളെ വെച്ചെടുപ്പിച്ച് നീയാണെങ്കിൽ ഡയറക്റ്റ് കർണം അടിച്ചു പൊട്ടിച്ച് കൊള്ളാടി. എനിക്ക് ഇത് തന്നെ വേണം.
അതൊരു പരസ്യത്തിന്റെ വീഡിയോയാ. എന്റെ പൊന്ന് ദൈവമേ, ഇവന് പരസ്യം ചെയ്യണമെങ്കിൽ ചെയ്താൽ പോരെ. അതിലും വീട്ടുകാരെ പിടിച്ച് കളിയാക്കിയിട്ടാണ് ഇവൻ വീഡിയോ ചെയ്തേക്കുന്നത്. പരസ്യത്തിന്റെ രീതിക്ക് ചെയ്താലും പരസ്യം ഓടും. ആ പരസ്യത്തെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ലെന്നുള്ളതാണ് കാലത്തിന്റെ പോക്കേ. ഇങ്ങനെയുള്ളവനെയൊക്കെ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവന്റെ വീട്ടുകാരെല്ലാം അടച്ച് പ്രാകുവാന്ന് ഇവൻ വന്ന് പരാതി പറയുന്നുണ്ടല്ലോ. ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇവനെ ഈ ആൾക്കാരെല്ലാം പ്രാകുന്നത്. ചുമ്മാ ഇരിക്കുന്നവനെയൊന്നും പ്രാഗിയല്ലോ. അതുപോലെ കമന്റ് ഇടുന്നവർക്ക് കുഴപ്പം. കമന്റോളികൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഈ കമന്റോളികളാണല്ലോ വന്ന ഇവനെ ഇത്രയും വലിയ ആളാക്കിയത്. ഏതോ ഒരു മൂലയിൽ ആരും അറിയപ്പെടാതെ കിടന്നവനെ ഈ കമന്റ് എഴുതുന്നവരാണല്ലോ ഇവനെ ഒരാളാക്കി വിട്ടത്. അതിന്റെ എങ്കിലും ഒരു സ്മരണ വേണ്ടേടാ നാക്ക. താഴെ മുറുക്കി പിടിച്ചോണേ, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് മേളിലോട്ട് പോവും. പണ്ടാണെങ്കിൽ മറ്റേ കമന്റോളികൾ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം പ്രാക്ക് വീട്ടിൽ നിന്നും ഉണ്ട്. തമാശക്കാണേലും കാര്യത്തിനാണേലും പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഇടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം അല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എല്ലാരും ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ. അപ്പൊ നമ്മള് വണ്ടിയെല്ലാം ഫുള്ള് സെറ്റ് ആക്കി ഇട്ടിട്ട് നൈസായിട്ടൊരു നൈറ്റ് ഡ്രൈവിന് പോവാണേ. അമ്മച്ചി കൂടെ ഉണ്ട്. പോവാമ്മ. പോകാം. ഞങ്ങള് കുറച്ച് പച്ചപ്പ് കാണാൻ പോവാണ്. ടാറ്റ.